നമസ്കാരം. ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ കാണാവുന്ന ഒരു സംഗതിയുണ്ട്. ഖത്തർ അമീർ പാവാട. ഖത്തർ അമീർ മഹാമനസ്കനാണ്, മാനവരിൽ മഹോന്നതനാണ്, മനുഷ്യത്വമുള്ളവനാണ്, അന്നം തരുന്ന രാജ്യമാണ് ഖത്തർ. ആ ഖത്തറിലെ ഭരണാധികാരി ഇന്ത്യയോട് മനുഷ്യത്വപരമായിട്ടുള്ള നിലപാടെടുത്തതാണ്. അതാണ് ഇതാണ് മാങ്ങാ തൊലിയാണ്. എന്താണ് സംഭവം എന്ന് പിടികിട്ടി കാണുമല്ലോ അല്ലേ? നമ്മുടെ മുൻ നാവികസേനാ ഉദ്യോഗസ്ഥരായിരുന്ന 8 പേർ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഖത്തറിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതായ ഒരു വാർത്ത വരുന്നു. നമുക്കതിനു മുമ്പുള്ള കാര്യമൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ദേശസ്നേഹികളായിട്ടുള്ള എല്ലാവർക്കും അതൊരു ഞെടുക്കമുള്ള വാർത്തയായിരുന്നു, ഞെട്ടലായിരുന്നു, അമ്പരപ്പായിരുന്നു. എന്തായിരുന്നു അവർക്ക് മേൽ ആരോപിക്കപ്പെട്ട കുറ്റമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാരവൃത്തിയായിരുന്നു. മറ്റൊരു രാജ്യത്തിന് വേണ്ടി ചാരപ്പണി ചെയ്തു എന്ന കുറ്റം ആരോപിച്ചുകൊണ്ടാണ് ഇവരെ ഖത്തർ എന്ന വിദേശ രാജ്യം, അറബ് രാജ്യം വധശിക്ഷയ്ക്ക് വിധിച്ചത്. ആ സമയത്ത് വന്ന വാർത്തകളുടെ എല്ലാം താഴെ കമൻറ്റ് സെക്ഷനിൽ ജിഹാദികളുടെയും സുഡാപ്പികളുടെയും നാമധാരികളുടെയും അറുമതിക്കലായിരുന്നു. അവർ കമൻ്റിട്ട് അത് ഖത്തറാണ്, അറബ് നാടാണ്, അവിടെ ശരിയത്ത് നിയമമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവർ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്ക പറഞ്ഞാൽ പോലും കേൾക്കില്ല, അമേരിക്കക്കാരെയാണെങ്കിലും പോലും അവർ വധശിക്ഷ നൽകുക തന്നെ ചെയ്യും, അത് ഇന്ത്യയല്ല, ഇന്ത്യയാണെങ്കിൽ വല്ല മാനസിക രോഗിയാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ വിടാമായിരുന്നു. ഈ 8 സംഘികൾ, അതായത് ഈ 8 പേരെ സംഘികളാക്കിയവർ വരെയുണ്ട്. അവർ അവിടെ കൊല്ലപ്പെടേണ്ടവരാണ്, അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടേണ്ടവരാണ്, വേണ്ടാത്ത പണി ചെയ്തിട്ടല്ലേ തുടങ്ങിയ കമൻറ്റുകളുടെ പെരുന്നാളായിരുന്നു. അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു അവരെ ഖത്തർ വെറുതെ വിടാൻ പോണില്ല. ഇനി അഥവാ അവരുടെ വധശിക്ഷ ഒഴിവാക്കിയാൽ പോലും അവിടുത്തെ ജയിലിൽ അവർ കഴിയേണ്ടി വരും എന്ന് അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു. മറ്റൊരു ധാരണ അവരുടെ വിദൂര സ്വപ്നത്തിൽ പോലും ഇല്ലായിരുന്നു. ശരി, നമുക്ക് ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു വാർത്ത പുറത്തേക്ക് വരുന്നു. അന്ന് തന്നെ ഇവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങളടക്കം രാജ്യത്തെ മുഴുവൻ മാധ്യമങ്ങൾ ഇത് ചർച്ചയാക്കുന്നു. ബഹുഭൂരിപക്ഷം ആളുകളും വിചാരിച്ചതൊരു മറ്റൊരു രാജ്യമാണ്, ഇന്ത്യക്കാർ അവിടെ തന്നെ പെട്ടുപോകും, ഒരുപക്ഷെ അവരെ വധിക്കത്തില്ലായിരിക്കാം, എന്നാലും അവിടുത്തെ ജയിലിൽ ദീർഘകാലം കിടക്കേണ്ടി വരും എന്നൊക്കെ. പക്ഷേ അപ്പോഴും ഇന്ത്യയുടെ പുത്തൻ നയതന്ത്ര സാങ്കത്യത്തെപ്പറ്റിയൊക്കെ അറിയാവുന്ന ആളുകൾ പറഞ്ഞിരുന്നു, ഒന്നും നടക്കാൻ പോകുന്നില്ല, ഇന്ത്യ ഇന്ന് മഹാശക്തിയാണ്, ഇന്ത്യൻ ഭരണാധികാരികൾക്ക് ലോകത്ത് തന്നെ വളരെ നിർണായകമായിട്ടുള്ള സ്വാധീനമുണ്ട്, അവർ പറഞ്ഞാൽ കേൾക്കുന്നവരുണ്ട്. ഖത്തർ താരതമ്യേന ഒരു കുഞ്ഞു രാജ്യമാണ്, അവിടെ ആളോഹരി വരുമാനം ഇന്ത്യക്കാരേക്കാൾ കൂടുതലുണ്ടായിരിക്കാം, പ്രകൃതി സമ്പത്ത്, അതായത് ഭൂമിക്കടിയിലുള്ള പ്രകൃതി സമ്പത്ത് ഇന്ത്യയേക്കാൾ കൂടുതലുണ്ടായിരിക്കാം, പെട്രോളിയം മറ്റുമൊക്കെ. പക്ഷേ അതൊരു പരിമിതമായിട്ടുള്ള കാലത്തേക്ക് വേണ്ടി മാത്രമായിരിക്കാം. ദീർഘകാലമായിട്ട് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ഭാവിയെപ്പറ്റി ചിന്തിക്കുന്ന ഒരു രാജ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ പോലെ ഒരു വലിയ വിപണിയെ, അല്ലെങ്കിൽ സാധ്യതകളുടെ അനന്ത സാധ്യതകളുള്ള ഒരു രാജ്യത്തിനെ ഒരിക്കലും പിണക്കാൻ ശ്രമിക്കില്ല. മാത്രമല്ല, നരേന്ദ്രമോദിയെ പോലെ ഒരു ഭരണാധികാരി ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി മാത്രമേ ഇതുപോലുള്ള രാജ്യങ്ങൾ ശ്രമിക്കൂ. അതിനാൽ തന്നെ ഇവരെ തിരിച്ചു കൊണ്ടുവരും എന്ന തരത്തിൽ വളരെ അപൂർവമായിട്ട് ചിലരൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴും നല്ലൊരു ശതമാനം ആളുകളും വിശ്വസിച്ചത് ഇവരെ വധിക്കത്തില്ല എങ്കിൽ കൂടിയും അവിടുത്തെ ജയിലിൽ ദീർഘകാലം കിടക്കേണ്ടി വരും എന്നാണ്. ആ വിവരം ആദ്യം, അതായത് ഇവർക്ക് വധശിക്ഷ വിധിച്ചു എന്ന വിവരം പുറത്തറിഞ്ഞപ്പോൾ തന്നെ ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് ഇതിൽ വളരെ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ നടത്തി. നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അവിടുത്തെ ഉന്നത കോടതിയിൽ, അതായത് ഖത്തറിലെ ഉന്നത കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യുന്നു. അപ്പീൽ സ്വീകരിച്ചതായിട്ടുള്ള വാർത്ത വരുന്നു. പിന്നെ ഈ കഥകളെല്ലാം ആളുകൾ മറന്നു പോകുന്ന ആ ഒരു സമയം വന്ന, ആ ഒരു ഘട്ടം വന്നപ്പോഴേക്കും അടുത്ത വാർത്ത വരുന്നു, അവരുടെ വധശിക്ഷ റദ്ദാക്കുന്നു, പകരം 25 വർഷത്തേക്ക് അവരെ ശിക്ഷിക്കുന്നു. അതും വീണ്ടും ചർച്ചയായി. ആ ഒരു വാർത്തയും ആളുകൾ മറവിയിലേക്ക് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതാ പെട്ടെന്നൊരു വാർത്ത വരുന്നു, ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് പിന്നീട് 25 വർഷം തടവിൽ കിടന്നവർ ഇതാ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. ഒരു സ്വപ്നം പോലെ, മുൻപൊരിക്കലും ഒരുപക്ഷെ നടന്നിട്ടില്ലാത്ത ഒരു സംഗതി. ഇത്രയേറെ ഇന്ത്യക്കാർക്ക് ഒരേ സമയത്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നു, പിന്നീട് അതിൽ നിന്ന് ഒരു ഘട്ടമായിട്ട് 25 വർഷത്തേക്ക് അത് ശിക്ഷ കുറയ്ക്കുന്നു, പിന്നീട് അവരെ നിരുപാധികം വിട്ടിരിക്കുന്നു, അവർ ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നു. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുഡാപ്പികളും ജിഹാദികളുമൊക്കെ ഖത്തർ അമീന് നന്ദി ചൊല്ലുന്നു. ഖത്തർ അമീൻ പാവാട, ഖത്തർ അമീൻ മനസ്കത കാണിച്ചു, ഖത്തർ അമീൻ ദൈവതുല്യൻ, ഖത്തർ അമീൻ പാവമായതുകൊണ്ടാണ് വിട്ടത്? ഒരിക്കലുമല്ല. ഈ ലോകം ശക്തിയുള്ളവൻ്റെ കൂടെ നിൽക്കും, ശക്തിയുള്ളവൻ പറയുന്നത് കേൾക്കും. ശക്തിയും സ്വാധീനമുള്ളവനെ മറ്റുള്ളവർ മാനിക്കും, ബഹുമാനിക്കും. ഈ അടുത്ത കാലത്ത് പോലും നമ്മൾ കണ്ടതാണ്,
നരേന്ദ്രമോദി ഒരു കസേര വലിച്ചിട്ട് ഒരു ബീച്ചിൻ്റെ സൈഡിൽ ഇരുന്നപ്പോൾ, ഒരു കടപ്പുറത്തിരുന്നപ്പോൾ മറ്റൊരു വിദേശ രാജ്യത്തെ 4 മന്ത്രിമാരുടെ പണിയാണ് തെറിച്ചത്. പാർലമെൻറ്റിൽ പരസ്പരം അടി, ഇവിടുത്തെ അല്ല അവിടുത്തെ. ഇന്ത്യയെ പിണക്കരുത് എന്ന് അവിടുത്തെ പ്രതിപക്ഷം പറയുന്നു. ഒടുവിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ട് മാലദ്വീപ് പ്രസിഡന്റിന് കാത്തിരിക്കേണ്ട ഗതികേട്, അല്ലെങ്കിൽ എന്നെ ഒന്ന് കാണാൻ അനുവദിക്കുമോ എന്ന് ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി മാലദ്വീപ്. 2050 മറ്റോ കടലിനടിയിൽ പോകും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ലോകം അങ്ങനെ ആശങ്കയോടെ കാണുന്ന ഒരു രാജ്യത്തിൻ്റെ അഹങ്കാരമാണ് അവിടെ തകർന്നു വീണത് എന്ന് ഓർക്കുക. അതേപോലെ തന്നെയാണ് നമുക്കിവിടെയും കാണാനാവുക. ഖത്തർ ഇതൊക്കെ ചെയ്യുമായിരുന്നു ഒരു 10-20 വർഷം മുമ്പൊക്കെ ആയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഖത്തർ അവരെ വധശിക്ഷയ്ക്ക് വിധിക്കും, താമസം വിനാ തന്നെ അവർക്ക് വധശിക്ഷ നൽകുകയും ചെയ്യുമായിരുന്നു. പക്ഷേ കാലം മാറിപ്പോയില്ലേ. ഇന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് മുഖത്തോട് മുഖം നോക്കിയിരുന്ന് ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറയാൻ ആർജവമുള്ള, തൻ്റെ ഇടമുള്ള ഏതെങ്കിലും ഒരു ഭരണാധികാരി ലോകത്ത് മറ്റാരെങ്കിലും ഉണ്ടോ? നരേന്ദ്രമോദി അല്ലാതെ. പുടിൻ അത് കേട്ടോ കേട്ടില്ലയോ എന്നത് മറ്റൊരു വശം. പക്ഷേ അത് പറയാനുള്ള ആർജവം തൻ്റെ ഇടം കാണിച്ച ഏക ഭരണാധികാരി നരേന്ദ്രമോദി മാത്രമാണ്. ഇപ്പോഴത്തെ ജോ ബൈഡൻ, അതായത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനോ മറ്റേതെങ്കിലും ഒരു രാജ്യത്തെ ഭരണാധികാരി പോലും പറഞ്ഞിട്ടില്ല. അത്രയേറെ ഒരു വ്യക്തി അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തെ ഭരണാധികാരിയോട് അത്രയേറെ സ്വാതന്ത്ര്യത്തോടെയും അധികാരത്തോടെയും ചിലപ്പോഴൊക്കെ ആ സൗഹൃദത്തിൻ്റെ അധികാരത്തോടെയൊക്കെ സംസാരിക്കാനുള്ള ഒരു ഇടം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇതിനകം തന്നെ നേടിക്കഴിഞ്ഞു. തുടക്ക സമയത്ത് അദ്ദേഹം പ്രയാണമന്ത്രി എന്നാണ് കളിയാക്കപ്പെട്ടിരുന്നത്, അതായത് ഈ വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്നു. പക്ഷേ ഇപ്പോഴും കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുൻഗാമികളെക്കാൾ കുറച്ച് മാത്രം, അതായത് ഒരു കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ കുറച്ച് മാത്രം വിദേശ യാത്ര നടത്തിയിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. പക്ഷേ ഓരോ യാത്രയും വലിയ വാർത്തയാവുന്നത് കൊണ്ടാണ് അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ മാത്രം വലിയ വിവാദത്തിലേക്ക് വരുന്നത്. പക്ഷേ അതൊക്കെ ഏത് തരത്തിലാണ്, ഏത് തലത്തിലാണ് രാജ്യത്തിന് ഗുണപരമായി മാറിയത് എന്ന് ഇത്തരം സന്ദർഭങ്ങളിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മാത്രമല്ല, ഒരിക്കൽ ഇന്ത്യയുടെ ഒരു പൈലറ്റ്, മിഗ് വിമാനത്തിൻ്റെ പൈലറ്റ് അഭിനന്ദൻ വർദ്ധമാൻ എന്ന വ്യക്തിയെ പാകിസ്ഥാനിൽ അകപ്പെട്ടു പോയി. അതിൻ്റെ ചരിത്രമൊക്കെ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാം. 24 മണിക്കൂറിനുള്ളിൽ ആ വ്യക്തിയെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ തിരിച്ചെത്തിക്കേണ്ടി വന്നു പാകിസ്ഥാനെ പോലൊരു രാജ്യം അത്ര നിരുപാധികം കീഴടങ്ങിയെങ്കിൽ ഇന്ത്യ മാറിയതുകൊണ്ടാണ്. ഇന്ത്യയുടെ ഭരണം കൈയാളുന്ന ആളുകളുടെ ആർജവമാണ്. പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും, അതിന് മറ്റാരെയും നോക്കി നിൽക്കില്ല, ആരുടെയും അനുവാദവും അവർക്ക് ആവശ്യമില്ല, അവരത് ചെയ്യുമെന്ന് ലോകത്തിന് മനസ്സിലായതുകൊണ്ട് മാത്രമാണ് പാകിസ്ഥാൻ അന്ന് നമ്മുടെ പൈലറ്റിനെ തിരിച്ചു തരേണ്ടി വന്നത്. അത് എല്ലാ അർത്ഥത്തിലും യുദ്ധം ചെയ്യാതെ തന്നെ ഒരു രാജ്യത്തിൻ്റെ കീഴടങ്ങലായിരുന്നു. അതിൻ്റെ പലതരത്തിലുള്ള രൂപങ്ങളാണ് നമ്മൾ മാലിദ്വീപിൻ്റെ കാര്യത്തിൽ കണ്ടത്, ഇപ്പോൾ ഖത്തറിൻ്റെ കാര്യത്തിൽ കണ്ടത്. അല്ലാതെ ഖത്തർ മീന് ദയ തോന്നിയിട്ട് വിട്ടതൊന്നുമല്ല, ഖത്തർ മീൻ പാവാടയായതുകൊണ്ട് വിട്ടതൊന്നുമല്ല, ഇന്ത്യക്കാരനല്ലേ അവരെ അങ്ങ് വിട്ടേക്കാം എന്ന് കരുതി വിട്ടതല്ല. ഏതോ ഒരു പരസ്യവാചകം അല്ലെങ്കിൽ മതിലിലും മറ്റുമൊക്കെ ഒരു മതത്തിൻ്റേതായിട്ടുള്ള ഒരു വാചകം നിങ്ങളും ഒരുപക്ഷെ കണ്ടു കാണും. സുഖപ്പെടുത്താൻ വേണ്ടി മുറിപ്പെടുത്തുന്നവൻ ദൈവം. അതായത് സുഖം കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് മുറിപ്പെടുത്തും, പിന്നീട് അത് ആ മുറിവ് ഉണക്കി കൊടുത്തിട്ട് സുഖപ്പെടുത്തുന്നത്. അതിൻ്റെ ഒരു ഏകദേശ ഒരു രൂപം ഇങ്ങനെയാണ്. മനുഷ്യന് ഒരുപാട് ദുഃഖങ്ങൾ തരുന്നത് പിന്നീട് സുഖം തരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ആദ്യം കുറേ ദുഃഖം തരുന്നത്, പിന്നീട് സുഖം തരാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞതുപോലെ ഈ ഖത്തർ മീൻ പിന്നീട് വിട്ടയക്കാൻ വേണ്ടിയിട്ടാണത്രേ, അല്ലെങ്കിൽ അവരുടെ കോടതി ആദ്യം ഇവർക്ക് വധശിക്ഷ കൊടുത്തത്, പിന്നീട് അത് കുറച്ച്, പിന്നീട് വിട്ടുകളഞ്ഞു. അങ്ങനെ സുഖപ്പെടുത്താൻ വേണ്ടി മുറിപ്പെടുത്തിയ ആളായി അതാ സുഡാപ്പികൾക്കും ജിഹാദികൾക്കും ഖത്തർ മീൻ മാറി. ഖത്തർ മീൻ പാവാട.